പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ എക്സാം ഏറ്റവും അവസാനത്തെ ദിവസത്തെ എക്സാം അല്ലേ. അപ്പോൾ ലാസ്റ്റ് എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് എഴുതണ്ടേ. അപ്പോൾ നമുക്കറിയാം 8ാം ക്ലാസ്സിൽ നമുക്ക് 3 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആദ്യത്തെ 2 ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിനുണ്ട് കേട്ടോ. ഈക്വൽ ട്രയാങ്കിൾസ്, ഇക്വേഷൻസ്, പോളിഗൺസ്, ഇതിനകത്തുനിന്നൊരു 10% പ്രതീക്ഷിക്കാം. ബാക്കി ഐഡൻറ്റിറ്റീസ്, മണി മാത്ത്, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, റേഷ്യോ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങളുണ്ടാവും. അപ്പം എല്ലാം ടീച്ചർ വേഗം ഒന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ആദ്യം തന്നെ നമ്മുടെ സിമിലർ ട്രയാങ്കിൾസിലെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ കൊടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആംഗിൾ ബി എന്ന് പറയുന്ന മെഷർമെൻറ്റ് 55 ഡിഗ്രിയാണ്. ദെൻ അവരൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ കണ്ടീഷൻ എ ബി ഈക്വൽ ടു എ സി. എ ബിയുടെ ലെങ്ത്തും എ സിയുടെ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാങ്കിളിൽ നമ്മൾ പറയുന്നത് സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? ഇത് കൃത്യമായിട്ടും 55 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സോ ഈ കറസ്പോണ്ടിങ് ആ സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ എ കണ്ടുപിടിക്കാനുള്ള മാർഗം, ദ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ സം ഓഫ് ഓൾ ആംഗിൾസ് ആർ 180 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 180 മൈനസ് എന്ത് ചെയ്യണം? 55 പ്ലസ് 55 ചെയ്താൽ മതിയല്ലോ. 55 പ്ലസ് 55 ദാറ്റ് മീൻസ് 110 വരും. 180 മൈനസ് 110 എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രിയാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോളുക. ദ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 135 ഡിഗ്രി. ഓപ്ഷൻ എ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാമേ. ഒരു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന ക്ലോസ്ഡ് ഫിഗറുകളാണ് പോളിഗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പോളിഗൺ എന്ന് പറയുന്നത്. അപ്പം ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസ്, ഈ പുറത്തേക്കുള്ള ആംഗിൾസ് എല്ലാം ആഡ് ചെയ്താൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? ഔട്ടർ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്താൽ ആംഗിൾസ് എല്ലാം 3 കൂടി ആഡ് ചെയ്ത ആൻസർ നമുക്ക് 360 ആണ് കിട്ടുന്നത്. എപ്പോഴും ഔട്ടർ ആംഗിൾസിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. അതൊരു ഇതൊരു 3 സൈഡഡ് പോളിഗണാണ്. അടുത്തത് ഒരു 4 സൈഡഡ് പോളിഗൺ വരച്ചാൽ, ഏത് പോളിഗൺ വരച്ചാലും അതിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു പോളിഗൺ, ആ പോളിഗണിൻ്റെ എത്ര എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരു പോളിഗൺ ഇഷ്ടംപോലെ സൈഡ്സ് ഉള്ളതായിരിക്കും, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഒരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 135 എന്ന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് മനസ്സിലായി പുറത്തേക്കുള്ള ഒരു ആംഗിൾ എപ്പോഴും ഇത് ആഡ് ചെയ്താൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഈ ട്രയാങ്കിളിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഔട്ടർ ആംഗിൾസ് എപ്പോഴും നമുക്ക് 360 ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളോട് ചേർന്നാൽ എത്ര കിട്ടും? നമുക്ക് എപ്പോഴും 180. കാരണം ഇതൊരു ലീനിയർ രേഖീയ ജോഡിയാണല്ലോ. ഇതെല്ലാം രേഖീയ ജോഡികളാണ്. അപ്പം ഈ ലൈൻ ഇങ്ങനെ വരണമായിരുന്നല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത 180, ഇത് രണ്ടും ആഡ് ചെയ്ത 180, ഇത് രണ്ടും ആഡ് ചെയ്ത 180 ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ 2 ആംഗിൾസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ നമുക്ക് 135 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 135 ആയ 45 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എയുടെ ആൻസർ എന്താ? ആൻ ഔട്ടർ ആംഗിൾ, ഓപ്ഷൻ എയുടെ ആൻസർ ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 മൈനസ് 135 ദാറ്റ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എഴുതാം. ഇനി ഓപ്ഷൻ ബി ആണ് ഒരു ക്വസ്റ്റ്യൻ, എത്ര സൈഡുള്ള പോളിഗൺ ആയിരുന്നു അതെന്നാണ് ചോദ്യം. അപ്പോൾ എന്തറിയാം നമുക്ക്? സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ആർ 360 ആണ്. ഏത് പോളിഗൺ ആണെങ്കിലും സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം ഓരോ ഔട്ടർ ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഔട്ടർ ആംഗിളും റെഗുലറാണ്, ഈക്വൽ ആയിട്ടുള്ള പോളിഗണാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? 45. അപ്പോൾ എത്ര സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നല്ല, എന്താണ്? 360നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര വരും? 8 സൈഡ്സ് കേട്ടോ.
അപ്പോൾ എത്ര സൈഡുള്ള പോളിഗണായിരുന്നു അത്? 8 സൈഡ്സുള്ള പോളിഗണാണ്. ഓക്കെ, ഓപ്ഷൻ ബിയുടെ ആൻസർ 360 ഡിവൈഡഡ് ബൈ 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സൈഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. നിങ്ങൾ ചിലപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും ഇരിക്കുന്നത്. ഇത് ഓർഡർ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഏത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 101ൻ്റെ സ്ക്വയർ. അപ്പോൾ 101നെ നമ്മൾ 100 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. ദെൻ എക്സിൻ്റെ പൊസിഷനിൽ നമുക്ക് നിൽക്കുന്നത് 100 ആണ്. സോ 100 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 എന്ത് വരും? 100ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 0 ആണെങ്കിൽ ഡബിൾ ഇട്ടാൽ മതി കേട്ടോ. 10,000 പ്ലസ് 1 പ്ലസ് 200. സോ ആൻസർ ഈസ് ആഡ് ചെയ്യുമ്പോൾ 10201 എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു റോംബസ് ആണ് കേട്ടോ. സം ഓഫ് വിച്ച് സാമാന്തരികം. അതായത് റോംബസ് എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം, അതാണ് റോംബസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റോംബസിൻ്റെ പ്രത്യേകത എന്താ? റോംബസിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ്. അതൊരു കോൺസെപ്റ്റാണ്. എന്താണ്? റോംബസിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെരിഞ്ഞൊന്നും അല്ല പോണത്. എങ്ങനെയാണ് പോണേ? ഇങ്ങനെയേ കട്ട് ചെയ്യുള്ളൂ. കറക്റ്റ് ഓൾ ആംഗിൾസ് എന്തായിരിക്കും? 90 ഡിഗ്രി ആവുന്നത് പോലെ അത് കട്ട് ചെയ്ത് കടന്നു പോകത്തുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ഫൈൻഡ് ആംഗിൾ എയുടെ ജസ്റ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളിവിടെ എന്ത് എഴുതണം? ആംഗിൾ AOD എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ AOD 90 ഡിഗ്രിയായി. ഈ AOD എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നോക്കിക്കേ, ഇത് ടീച്ചർ O എന്ന് കൊടുത്തു, ഇത് A, ഇത് D എന്ന് കൊടുത്തു. അപ്പോൾ AODയിൽ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? AC ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. AC എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഇത് ബൈസെക്റ്റ് ഈച്ച് അതർ എന്നല്ല, നേർ പകുതിയായിട്ടാണ് മുറിച്ചത്. അപ്പോൾ ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ആൻഡ് OD ഈസ് എന്താണ്? ഇത് BDയുടെ ലെങ്ത് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയിൽ കട്ട് ചെയ്യുള്ളൂ? 3യിൽ. അപ്പോൾ ഈ നീളം 3 ആണ്. ഇത് 4ഉം ഇത് 3ഉം ആണെങ്കിൽ നമുക്കിതറിയാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടെത്താം. അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 3 4 വന്നാൽ ഇത് എന്തായിരിക്കും? 5. അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണ്? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ADയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 16 പ്ലസ് 9 വരും. AD സ്ക്വയർ ഇസ് ഈക്വൽ ടു AD ഈക്വൽ ടു 25ൻ്റെ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 cm. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓയിൽ O സെൻറ്റർ ആക്കിക്കൊണ്ടൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ C എന്ന് പറയുന്നത് സർക്കിളിലുള്ള ഒരു പോയിന്റ്. അതിനെ ലക്ഷ്യമാക്കി നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അത് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ACയുടെ ലെങ്ത് 5 cm ആണ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ 1 ഓഫ് ദ ആംഗിൾ 120 ഡിഗ്രി, അതായത് BOC 120 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കുന്ന ലീനിയർ പെയർ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 60 ഡിഗ്രി ആയിരിക്കും. ശരിയാണല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. ഇത് നമ്മുടെ അടുത്തുള്ള ചോദ്യം വാട്ട് ഈസ് ആംഗിൾ AOC? AOC 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് DAC എന്ന് ചോദിച്ചിട്ടുണ്ട്. സോറി, OAC. ഈ OAC എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ തൊട്ട് മുന്നേ പിടിച്ച ആശയം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതായത് ഈ ലെങ്ത്തും ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? സർക്കിളിൻ്റെ റേഡിയസ് ആകുമ്പോൾ ലെങ്ത് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണമല്ലോ. അതായത് 180 മൈനസ് 160 ചെയ്യുന്നു. അതായത് 180 മൈനസ് 60 ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 120ആണ്. 120നെ കറക്റ്റായിട്ട് ഭാഗിച്ച് ഈ രണ്ട് സൈഡിലും കൊടുത്താൽ പോരെ? 180 ഈക്വലായിട്ട് ഭാഗിച്ച് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? 60 ഈച്ച് കിട്ടും അല്ലേ? സോ ആംഗിൾ OAC എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. ദെൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഇത് 60 ഇത് 60 മൂന്ന് സൈഡും ഈക്വൽ ആംഗിൾ ആണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിന് ഒരു പേര് പറയില്ലോ. എന്ത് പേരാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിൻ്റെ ഓൾ സൈഡ്സ് ആർ ഈക്വലാണ്. ഇത് രണ്ടും 5 ആണെങ്കിൽ ഇതും 5 ആണ്, എല്ലാം 5 ആണ്. അപ്പം റേഡിയസും എന്ത് തന്നെയാണ്? റേഡിയസ് ഈസ് ഓൾസോ 5 cm. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ?
റിഗാർഡിംഗ് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഡയഗണൽസ് ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പറയുന്നതിൽ ഏതാണ് ശരിയായ കാര്യം? ഡയഗണൽസ് ഈക്വൽ ആണ്, ഡയഗണൽസ് ആർ പാരലൽ ആണ്, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലാർ ടു ദ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ, ഡയഗണൽസ് ആർ ഡിഫറെൻറ്റ്. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത? റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ, അതായത് റെക്റ്റാങ്കിളിലെ വികരണങ്ങൾ കേട്ടോ, എതിർ മൂലകളിൽ നിന്നും വരയ്ക്കുന്ന വരെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ വികരണം എന്ന് പറയുന്നത്. ഈ വികരണങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഒരിക്കലും ഇങ്ങനെ പാരലായിട്ടല്ല ഇരിക്കുന്നത് അല്ലേ. പിന്നെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും 4 3 തെറ്റാണ്. ഏതാണ് കറക്റ്റായ കണ്ടീഷൻ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. ഡയഗണൽസ് ആർ ഈക്വൽ എന്നുള്ളതാണ് കറക്റ്റ്. ഡയഗണൽസ് ആർ ഈക്വൽ. വികരണങ്ങൾ തുല്യമാണ്. ചോദ്യം കണ്ടല്ലോ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 5 cm ആൻഡ് ഡയഗണൽ 6 cm. ഒരു ദീർഘചതുരം വരയ്ക്കുക. അതിൻ്റെ ഒരു വശം 5 സെൻറ്റിമീറ്ററും അതിൻ്റെ വികരണത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ കോമ്പസാൽ അളന്നെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു എൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ഈ ആർക്കിനെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ ആദ്യം 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. 90 ഡിഗ്രി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്തു. ആ ലൈനിൻ്റെ ലെങ്ത്ത് നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? ആ ലൈൻ ഫുള്ളായിട്ട് അങ്ങ് വരച്ചു വിടുക. ഇനി ഡയഗണലിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് പറഞ്ഞാൽ 6 cm. അപ്പോൾ 6 cm ടീച്ചർ എടുത്ത് വെച്ചിരുന്നു, അതും കൂടി ജോയിൻ ചെയ്യുന്നു. കണ്ട, ഇത്രേ ഉള്ളൂ. അത് കൂട്ടിമുട്ടുന്ന ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? തെളിച്ച് വരച്ചേക്കാവേ. ഓക്കെ, ഇച്ചിരി നീട്ടി വരച്ചാലും കുഴപ്പമില്ല. ആർക്ക് വന്നതിലേ നമ്മൾ വരച്ചാൽ മതിയോ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു. അതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ നിന്നും നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്യുക. ഇവിടെ ഡയഗണൽസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും 6 സെൻറ്റിമീറ്റർ ഒക്കെ വരച്ച് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് വെറുതെ വരയ്ക്കുക. ഒന്നെങ്കിൽ ഇവിടുന്ന് 90 വെച്ച് ഇങ്ങോട്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ 6 cm തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടേക്കും ആർക്ക് വരച്ചാൽ മതിയാവും. ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനായിരിക്കും റെക്റ്റാങ്കിൾ. ഓക്കെ, നല്ലപോലെയൊക്കെ എക്സാമിൽ വരച്ചോണം കേട്ടോ. ഡയഗണൽ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, ഈ ആർക്ക് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഈ ഡയഗണൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എന്താണ്? 90 ഡിഗ്രി ഈച്ചാട്ടോ, അത് ശ്രദ്ധിച്ചോണം. അടുത്തത് മണി മാത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിത്യ ഡിപ്പോസിറ്റഡ് 40,000 rupees ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അവിടെ പലിശ കണക്കാക്കിയിരുന്നത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയിട്ടാണ്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10%. ആഫ്റ്റർ 1 year ഷീ വിത്ഡ്രോ 15,000 rupees. ഓപ്ഷൻ എ, ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹെർ അക്കൗണ്ട് ആഫ്റ്റർ വിത്ഡ്രോയിങ് 15,000 rupees. 40,000 രൂപ അവൾ ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു ബാങ്കിലാണ് അവൾ നിക്ഷേപിച്ചത്. ഒരു വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? അവൾ 15,000 രൂപ വിഡ്രോ ചെയ്തുവെങ്കിൽ ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ ബാലൻസ് എത്രയുണ്ടെന്നാണ് ചോദ്യം. അപ്പം 40,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി വെച്ച് ഒരു വർഷം കഴിയുമ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഇൻട്രസ്റ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടഡ് ആനുവലിയുടെ ഇക്വേഷൻ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോമ്പൗണ്ടഡ് ആനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം P × 1 + R/100 all raised to n എന്നാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ഇയർലി ആണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 10% ആണല്ലോ. നമ്മൾ ഹാഫ് ഇയർലി കണക്കാക്കുമ്പോൾ 6ൻ്റെ പകുതി എടുക്കണം, R/2 എടുക്കണം.
ഇനി നോക്കുക, അപ്പോൾ R/2 ഒരു റേറ്റ് എന്ന് പറയുന്നത് 5%, 10 എന്നുള്ളത് 5% മാറും. പിന്നെ എത്ര നമ്പർ ഓഫ് ഹാഫ് ഇയർ ചേരുമ്പോഴാണ് 1 ഇയർ ആവുന്നത്? 2. അപ്പോൾ എന്നിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? 2 ഹാഫ് ഇയർ ചേരുമ്പോഴാണ് 1 ഇയർ ആവുന്നത്. അപ്പം ഈ 2 മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ എങ്ങനെ മാറും എന്ന് നോക്കിയോ. ഇവിടെ വരുന്നത് പി എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ്? 40,000. പി ഇൻറ്റു 40,000 ഇൻറ്റു 1 പ്ലസ് R എന്ന് പറയുന്നത് ഹാഫ് ഇയർലി വരുമ്പോൾ നമ്മൾ 10 എന്നുള്ളത് 5 ആവും. 5/100 ഓൾ റേസ്റ്റ് എത്ര ഹാഫ് ഇയർ? ആഫ്റ്റർ 1 ഇയർ, 1 വർഷത്തിന് ശേഷം അവൾ വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം 1 വർഷത്തേക്കുള്ളത് നമ്മൾ നോക്കുമ്പോൾ 2 എന്ന് ഇവിടെ കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരും 40,000 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 100 പ്ലസ് 5 105/100 ഓൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം അതിനെ ഗുണിക്കുക കേട്ടോ. 105/100. അപ്പോൾ ഇവിടെ ഈ 2 സീറോസ് കട്ടാവും, ഈ 2 സീറോസും കട്ടാവും. ബാക്കി 4 ഇൻറ്റു 105 ഇൻറ്റു 105. ഈ 105 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഐഡൻറ്റിറ്റീസിലെ മാർഗം ഉപയോഗിച്ചാണ്. അതാണ് നിങ്ങൾക്ക് എളുപ്പം. 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആ രീതി ചെയ്യുക. സോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 44,100 എന്ന് കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ അവൾക്ക് 40,000 രൂപ നിക്ഷേപിക്കുന്നിടത്ത് നിന്ന് എത്ര രൂപ കിട്ടി? 44,100 എന്ന് കിട്ടും. ഇതിൽ നിന്നാണ് അവൾ എന്തെടുത്തത്? ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹെർ അക്കൗണ്ട് ആഫ്റ്റർ വിഡ്രോ? അവൾ എത്ര രൂപ എടുത്തിരുന്നു ഇവിടുന്ന്? 15,000 രൂപ അവൾ എന്ത് ചെയ്തു? അവൾ വിഡ്രോ ചെയ്ത് എടുത്തിരുന്നുവെങ്കിൽ ബാലൻസ് എമൗണ്ട്, ബാലൻസ് ഈസ് ഈക്വൽ ടു ബാലൻസ് 44,000 മൈനസ് 15,000 എന്ന് പറയുമ്പോൾ 29,100. ഇത്രയും റുപ്പീസാണ് അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ സ്റ്റിൽ നിലനിൽക്കുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കാം. അടുത്ത ഓപ്ഷൻ ബി ഇതാണ്. ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷീ ഹാവ് ഇൻ ഹെർ അക്കൗണ്ട് എഗെയിൻ ആഫ്റ്റർ 6 months? ഇപ്പോൾ അവളുടെ അക്കൗണ്ടിലുള്ള 29,100 റുപ്പീസാണ്. ഇത്രയും രൂപയാണ് അവിടെ കിടക്കുന്നത്. ഹൗ മച്ച്, അപ്പോൾ 6 മാസം കൂടെ കഴിയുമ്പോൾ, അതായത് ഒരു ഹാഫ് ഇയറും കൂടെ കഴിയുമ്പോൾ അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടാവും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 29,100 ഇൻറ്റു 1 പ്ലസ് 6 ഹാഫ് ഇയർ ആയിട്ടാണല്ലോ കണക്കാക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? 5/100. ഒരു ഹാഫ് ഇയർ ഉള്ളൂ, ഓൾ റേസ്റ്റ് 1. ആ 1 എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, 1 ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഇത് 29,100 ഇൻറ്റു 100 ഇൻറ്റു 100 പ്ലസ് 5 105/100. സോ സീറോസ് കട്ടാക്കിയാൽ 291 ഇൻറ്റു 105 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപ വേണം? 30,555 റുപ്പീസ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് ലാപ്ടോപ്പ് അറ്റ് ദ റേറ്റ് 5% എവറി ഇയർ. ഒരു കമ്പനി ലാപ്ടോപ്പിൻ്റെ വില എല്ലാ വർഷവും എത്ര വെച്ച് കൂട്ടുന്നുണ്ട്? 5% വെച്ച് എല്ലാ വർഷവും കൂട്ടുന്നു. ഇഫ് ദ കറണ്ട് പ്രൈസ് ഓഫ് ദ ലാപ്ടോപ്പ് ഈസ് 50,000. ഇപ്പം നിലവിലുള്ള നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വില എന്ന് പറയുന്നത് 50,000 രൂപയാണ് എങ്കിൽ ഓപ്ഷൻ എ, വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് ആഫ്റ്റർ 1 ഇയർ? 50,000-ന് 5% വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ്ഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 50,000 ഇൻറ്റു 1 പ്ലസ് 5/100. ഹാഫ് ഇയറിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, ആഫ്റ്റർ 1 ഇയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്നെ അവിടെ നമുക്ക് എന്ത് തന്നെ വരും? 1 തന്നെ വരും. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 50,000 ഇൻറ്റു ഇത് 100 ഇൻറ്റു 1 പ്ലസ് 5 105 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈ 0 കട്ടാവും. ബാക്കി 500 ഇൻറ്റു 105. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 52,500, 52,500 രൂപയാണ് ലാപ്ടോപ്പിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വില. പിന്നെ ഒരു ഓപ്ഷൻ ബി, ആഫ്റ്റർ 2 ഇയേഴ്സ് വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഇൻക്രീസസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ്? ഇത് ഒരു വർഷത്തിന് ശേഷം ഇത്രയും കൂടി, ഇനി 2 വർഷത്തോട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നിലവിലുണ്ടായിരുന്ന രൂപയിൽ നിന്ന് എത്രമാത്രം കൂടുതൽ വന്നു? വാട്ട് വിൽ ബി ദ എമൗണ്ട് ഇൻക്രീസസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ്? എത്രമാത്രം വർധനവ് ആ ലാപ്ടോപ്പിന് ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന
52,500 ആണ് ഒരു വർഷത്തിന് ശേഷമുള്ളത്. അപ്പോൾ നമ്മൾ 2 വർഷത്തിന് ശേഷം എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 50,000 തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. 52,000 അല്ല, 50,000ൻ്റെ ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഓർഡർ റേഷ്യോ 8 കൊടുക്കണം. അത്രയും ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 50,000 ഇൻറ്റു ഇത് 105, 100 + 5, 105/100 ഇൻറ്റു 105/100. അപ്പോൾ എന്ത് ചെയ്യുക? 2 സീറോസ് കട്ടായിപ്പോയി, ഈ 2 സീറോസും കട്ടായിപ്പോയി. ബാക്കി 5 ഇൻറ്റു 105 ഇൻറ്റു 105. ആൻസർ എന്ന് പറയുന്നത് 55,125. ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ചെയ്യുന്ന 2 വർഷത്തിന് വന്ന ലാപ്ടോപ്പിൻ്റെ വില എന്ന് പറയുന്നത് 55,125. 2 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ലാപ്ടോപ്പിൻ്റെ വില എത്രയായിരുന്നു? 50,000. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5,125 രൂപയുടെ വർധനവ് ആ ലാപ്ടോപ്പിൽ 2 വർഷം കൊണ്ടുണ്ടായി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 നമ്പേഴ്സ് ഇൻ എ കാലണ്ടർ ഫോമിങ് എ സ്ക്വയർ ആർ മാർക്ക് ഷോൺ ബിലോ. താഴെ കാണിച്ചിരിക്കുന്ന പോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്ന ഇതാണ്. ഡയഗണൽ പെയേഴ്സ് എഴുതാണ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഉള്ളവരെ റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ടീച്ചർ. ഇനി ഡയഗണൽ പെയേഴ്സ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ പെയർ ആരാണ്? 8,24. അടുത്ത ഡയഗണൽ പെയർ ഏതാണ്? 10,22. 10,22. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ്, ഈ ഡയഗണൽ പെയേഴ്സിൻ്റെ സമ്മാരിക 8, 24. 8 + 24 കണ്ടുപിടിക്കുക. അതുപോലെ 22 + 9 കണ്ടുപിടിക്കുക. അതിൻ്റെ ആ 2 സമ്മും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? 22 + 9 അല്ല, 22 + 10, സോറി. അപ്പോൾ എന്ത് ചെയ്യുക? 8 + 24 നിന്ന് ആരെ മൈനസ് ചെയ്യണം? 22 + 10. ഓക്കെ, 24 വിട്ടു എത്ര? 32 മൈനസ് 22 10 എത്ര? 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി യൂസിങ് ആൽജിബ്ര why the difference of sum of the diagonal pairs is always equal to all such സ്ക്വയേഴ്സ്. ഇങ്ങനെയുള്ള സ്ക്വയർ നമ്പർ എല്ലാം എടുക്കുമ്പോൾ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെ വരുന്ന ഒരു റീസൺ നമ്മൾ ആൽജിബ്ര ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽജിബ്ര ഉപയോഗിച്ച് എഴുതാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോളം വീണ്ടും നമ്മൾ എക്സിറ്റ് എഴുതുക കേട്ടോ. ചെറുന്ന് എഴുതാം. അപ്പോൾ ഈ കോളം നോക്കി തന്നെ നമുക്ക് എന്തെഴുതാം? ആൽജിബ്രായിക്ക് ഫോം എഴുതാം. അതായത് ഈ മിഡിൽ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് കരുതുന്നു. എക്സിനേക്കാൾ എത്ര കൂടുതലായത്? 1. അപ്പോൾ ഇതെന്താണ്? x + 1. ഇത് 1 കുറവ്, സോ x - 1. ഇത് എക്സിനേക്കാൾ എത്ര കൂടുതലാണ്? 7. x + 7. ഇത് x - 7. ഇത് 1 കൂടുതലല്ലേ? x + 8. ഇത് 1 കുറവെന്ന് പറയുമ്പോൾ x + 6 കൊടുക്കാം. ഇത് 1 കൂടുതൽ എന്ന് പറയുമ്പോൾ x - 6ഉം ഇത് x - 8ഉം. ഇനി നോക്കുക, ഡയഗണൽ എലമെൻറ്റ്സിന് സം എടുക്കാനല്ലേ പറഞ്ഞിരുന്നത് നമ്മളോട്? നമ്മൾ നോക്കാം. x - 8 + x + 8 എന്ത് സംഭവിക്കും? -8ഉം +8ഉം ക്യാൻസൽ ആയപ്പോൾ 2x വരും. അടുത്ത ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എടുത്തു. എന്താണ്? x + 6ഉം x - 6. അപ്പോൾ ഈ -xഉം +xഉം ക്യാൻസൽ ആയപ്പോൾ 2x വരും. ഇനി ഇവരുടെ ഡിഫറൻസ് എടുക്കാനല്ലേ പറഞ്ഞിരുന്നത്? അപ്പോൾ 2x - 2x എന്താ? 0 തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് ആൽജിബ്രൈക് ഫോമിൽ ഇതിനുള്ള എക്സ്പ്ലനേഷൻ. ഇവിടെ എ ബി എന്നൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. ഈ എ ബിനെ ഈക്വൽ 7 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 ഇങ്ങനെ 1 2 3 4 5 6 7 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എ പി എന്ന് പറയുന്നത് ഫസ്റ്റ് 4 പാർട്ട് ടുഗദർ ഈസ് എ പി. ആദ്യത്തെ 4 പാർട്ട് ഒന്നിച്ച് ചേരുന്നതാണ് എ പി എങ്കിൽ വാട്ട് പോർഷൻ ഓഫ് എ ബി ഈസ് എ ബി? എ ബിയുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ എ ബി ടോട്ടൽ 7 ഡിവിഷനല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 4/7 എഴുതാം. ഇനി ഓപ്ഷൻ ബി എന്താണ് ചോദിച്ചിരിക്കുന്നത്? അടുത്തത് വാട്ട് പോർഷൻ ഓഫ് എ ബി ഈസ് പി ബി? പി ബി എ ബിയുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ആകെ എന്ത് പറയാം? 7 എണ്ണത്തിൽ 3 ഭാഗം. ശരിയല്ലേ? അടുത്തത് വാട്ട് മൾട്ടിപ്പിൾ ഓഫ് പി ബി ഈസ് എ പി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ഈസ് 4/8.
3 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, 4/3 ടൈംസ് ഓഫ് AP is 4/3. AP is 4/3 times of PB. The number of boys and girls in a class are in the ratio 4:3. If the number of girls is 21, then what is the number of boys? അപ്പോൾ number of boys is equal to എങ്ങനെ എഴുതാം നമുക്ക്? 21 into 4/3 എന്ന് എഴുതിയാൽ മതിയോ കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 7 വരും. 7 4s are 28 ബോയ്സ് ആ ക്ലാസ്സിലുണ്ടാവും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വാട്ട് ഈസ് ആ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാ ചോദ്യം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഗേൾസ് 21 ബോയ്സ് 28 ആണ്. രണ്ടുകൂടെ കൂട്ടിയാൽ പോയി 28 പ്ലസ് 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 49. ഇനി ആദ്യത്തെ ഐഡൻറ്റിറ്റീസിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞേക്കാം. A plus B into A minus B is equal to A square minus B square ആണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത് വെച്ചുകൊണ്ട് A plus 2 into A minus 2 equal to ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാൽക്കുലേറ്റ് 5.6 സ്ക്വയർ മൈനസ് 4.4 സ്ക്വയർ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് A plus B into A minus B ഫോമിൽ എഴുതുമ്പോൾ A സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതിയാൽ മതിയോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതോ 5.6 സ്ക്വയർ മൈനസ് 4.4 സ്ക്വയർ ആണെങ്കിലോ, അതായത് ഈ എക്സ്പാൻഡ് ചെയ്തതിന് നമ്മൾ ഇങ്ങനെ എഴുതിയെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം 5.6 ഹോൾ സ്ക്വയർ മൈനസ് 4.4 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 5.6 മൈനസ് അല്ലെ പ്ലസ് 4.4 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഇൻറ്റു 5.6 മൈനസ് 4.4. 5.6 പ്ലസ് 4.4 എത്ര വരും? 56 44 6 4 10 ശിഷ്ടം 1 5 4 9 1 10 അല്ലേ 10.0 ഇൻറ്റു 5.6 മൈനസ് 4.4. അപ്പോൾ 6 മൈനസ് 4 2 0.2 5 മൈനസ് 4 1. സോ ആൻസർ ഈസ് 10 ഇൻറ്റു 1.2. അപ്പോൾ ആൻസർ ഈസ് 12 എന്ന് വരും കേട്ടോ. ചോദ്യം ഇതാണ്. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 meters മോർ ദാൻ 3 times ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇഫ് ദ പെരിമീറ്റർ ഈസ് 44 meters. അപ്പോൾ പെരിമീറ്റർ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഫുള്ളായിട്ട് 44, ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് എന്താണ് 44. അപ്പോൾ എന്താ നമുക്ക് 2 സൈഡ്സിൻ്റെ സം അറിയാം അല്ലേ? എന്താ 44/2 ആയി 20 ഇത് രണ്ടും കൂടെ 22 വരും, ഇത് രണ്ടും കൂടെ 22 വരും. അപ്പോൾ എൽ പ്ലസ് ബി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 22 ആണല്ലോ, സംശയമൊന്നുമില്ല. ഇനി വേണ്ടത് അവരൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2 meters മോർ ദാൻ 3 times ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 meters മോർ ദാൻ 4 times ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ലെങ്ത് എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിൻ്റെ കണ്ടീഷൻ എന്താണ്? ബ്രെഡ്ത്തിനേക്കാളും, ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് എന്ന് വല്ലതും വിളിച്ചാൽ ഇതിനേക്കാളും ഇതിൻ്റെ 3 അല്ല ഇതിൻ്റെ 4 times, ബ്രെഡ്ത്തിൻ്റെ 4 timesനേക്കാളും 2 കൂടുതൽ. അങ്ങനെയാണ് ലെങ്തിൻ്റെ കണ്ടീഷൻ. ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ അതിൻ്റെ 4 timesനേക്കാളും 2 കൂടുതലാണ് എന്ത്? ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ബ്രെഡ്ത്തിൻ്റെ 3 timesനേക്കാളും 2 കൂടുതലാണ് ലെങ്ത്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ അതിൻ്റെ 3 timesനേക്കാളും 2 കൂടുതലാണ് ലെങ്ത്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 22 കിട്ടും. അപ്പം ഈ എക്സ് പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 22 ആണ്. അപ്പോൾ 3x എക്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഈസ് ഈക്വൽ ടു 4x പ്ലസ് 2 ഈക്വൽ ടു 22. ദെൻ 4x ഈക്വൽ ടു 22 മൈനസ് 2. 4x ഈക്വൽ ടു 20 ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 20/4. അതായത് എക്സ് എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇതാണെങ്കിലോ 5 3s are 15 പ്ലസ് 2 അതായത് 17 കിട്ടും. 5 17 5 22 ശരിയല്ലേ? അപ്പോൾ ലെങ്ത് 17 വിഡ്ത്ത് 5. ഓക്കെ, അപ്പോൾ ടീച്ചർ ഏകദേശം എല്ലാ ചാപ്റ്ററും തന്നെ കയറി ഇറങ്ങിയും പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ഷനിനകത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ കൺസ്ട്രക്ഷനിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.